പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ തന്നെ തിരുനാമം മഹിമപ്പെടുമാറാകട്ടെ. അത്യുന്നതനായ ദൈവത്തിൻ്റെ പാതാരബന്ധത്തിലേക്ക് അടുത്തു വരുവാൻ സ്വർഗത്തിലെ സർവകൃപാലുവായ ദൈവം ആയുസ്സും ആരോഗ്യവും ബലവും ശക്തിയും ധരിപ്പിച്ച് നമ്മളെ ഈ പ്രഭാതത്തിൽ പുത്തൻ പുലരി തന്ന ഉണർത്തിയ കർത്താവിന് എല്ലാ മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് സർവശക്തൻ്റെ സന്നിധാനത്തിലേക്ക് നമുക്ക് അടുത്തു വരാം, ഒരുമിച്ച് വരാൻ വേദവചന ധ്യാനത്തോടെ അടുത്തൊരുമിച്ച് വരുവാൻ വേദവചനം വായിക്കുന്നു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 8-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം. ആകാശത്തിലെ പെരിഞ്ഞാറ തൻ്റെ കാലമറിയുന്നു, കുറുമ്പ്രാവും മീവൽ പക്ഷിയും കൊക്കും മടങ്ങിവരുവിനുള്ള സമയം അനുസരിക്കുന്നു. എൻ്റെ ജനമോ യഹോവയുടെ ന്യായം അറിയുന്നില്ല. ജെരമ്യാ ചാപ്റ്റർ 8:7 ആണ് വായിച്ചു കേട്ടത്. ഈ വചനത്തിൽ യിരെമ്യാ പ്രവാചകനെ വാളിൻ്റെ പ്രവാചകൻ എന്നാണ് പറയുന്നത്. ബാല്യത്തിലെ നീ ബാലൻ എന്ന് പറയരുതെന്ന് പറഞ്ഞ് യഹോവയുടെ അപ്പോയിൻമെന്റ് കൊടുത്ത പ്രവാചകനാണ് യിരെമ്യാവ്. മുഖം നോക്കാതെ പ്രവചിക്കാൻ ദൈവം അഭിഷേകം ചെയ്തു വിട്ട പ്രവാചകനാണ് യിരെമ്യാവ്. അതുകൊണ്ട് ദേശങ്ങളോടും ജാതികളോടും ദൈവജനത്തോടും, വിശേഷാൽ ഇസ്രായേൽ എന്ന ദൈവജനത്തോടും ശക്തമായി ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിച്ച പ്രവാചകനാണ്, കാലഘട്ടത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന യിരെമ്യാവ്. യിരെമ്യാവ് ദൈവജനത്തെ നോക്കി ദൈവത്തിൻ്റെ അരുളപ്പാട് ഒട്ടും മറകൂടാതെ ജനത്തോട് വിളിച്ചു പറയുന്നത് ഒരു വേദശകലമാണ് വായിച്ചു കേട്ടത്. ഒരുപാട് ഭാഗങ്ങൾ മുൻപും പിൻപുമുണ്ട്. ജനം ദൈവത്തിൽ നിന്ന് വഷളത്വം പ്രവർത്തിച്ച് അന്യദേവന്മാരെ സേവിച്ച് ജീവനുള്ള ദൈവത്തെ മറന്നു കളഞ്ഞ് തങ്ങളെ സേവിച്ച് തങ്ങളെ വിടുവിച്ച് അതേ സ്വന്തം ദേശവും വാക്തത്വ നാടും കൊടുത്ത ആ ദൈവത്തെ മറന്നു കളഞ്ഞ് ബോണ്ടേജിൽ നിന്ന് ഡെലിവറി ചെയ്ത് വിടുവിച്ചു കൊണ്ടുവന്ന് സ്വന്തം രാജ്യം കനാൻ ദേശം, പാലും തേനും ഒഴുകുന്ന ദേശം കൊടുത്ത ദൈവത്തെ മറന്നു കളഞ്ഞ് അന്യദേവന്മാരുടെ പിന്നാലെയും അപ്പോൾ തന്നെ അന്യജാതികളുടെ പിന്നാലെയും പോയ ആ ജനത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ അരുളപ്പാട് പറയുന്നതാണ്. 1-2 കാര്യങ്ങൾ അതിനകത്ത് തന്നെയുണ്ട്. ഒന്ന്, ഈ കാലഘട്ടത്തിനകത്ത് ദൈവത്തിൽ നകന്നുപോയി ദൈവജനത്തിൽ നിന്ന് ദൈവം അകന്നു പോകുമ്പോൾ ദൈവം തമ്പുരാൻ അവരെ നെബൂഖദ്നേസറിന്റെ കരത്തിൽ ഏൽപ്പിച്ച് വീണ്ടും അടിമത്വത്തിലേക്ക്, 2-ാം പ്രവാസ കാലഘട്ടത്തിലേക്ക് പോകുന്ന ഒന്ന്. 2, അതിന്റെ കാരണങ്ങൾ നിരത്തി യിരെമ്യാവ് പറയുന്ന ഒരു മടങ്ങി വരാനുള്ള ആഹ്വാനം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലുണ്ട്. 70 വർഷത്തിനു ശേഷം വീണ്ടും ആ ദൈവം മടക്കി വരുത്തുമെന്നുള്ള ആലോചനയും ഇതിനകത്തുണ്ട്. ജനത്തിന്റെ മടങ്ങി വരുക. പക്ഷേ ഇപ്പോൾ എഴുതിയിരിക്കുന്ന ഈ വചനത്തിനകത്ത് ഇപ്പോഴത്തെ ജനത്തിന്റെ സ്ഥിതിയെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ ജനത്തിന്റെ സ്ഥിതി എങ്ങനെയായിരിക്കുന്നു? ഇന്ന് ഈ വചനം വായിച്ചു കേൾക്കുമ്പോൾ ദൈവപൈതലേ, നീ ഒന്ന് ചിന്തിക്കണം, നിന്റെ സ്ഥിതി എങ്ങനെയായിരിക്കുന്നുവെന്ന്. നിന്റെ ഇപ്പോഴത്തെ ദൈവമായിട്ടുള്ള ബന്ധവും ദൈവത്തിന്റെ സ്ഥിതി, ദൈവത്തോടുള്ള ആ ബന്ധം, ആ സ്ഥിതി എങ്ങനെയായിരിക്കുന്നുവെന്ന് ഒന്ന് തിരിഞ്ഞു ചിന്തിക്കാൻ ഈ വാക്യം ഉപകരിക്കും. ഇങ്ങനെ പറയുന്നു, ആകാശത്തിലെ പെരിഞ്ഞാറ തൻ്റെ കാലം അറിയുന്നു, കുറുമ്പ്രാവും മീവൽ പക്ഷിയും കൊക്കും മടങ്ങി വരുവാനുള്ള സമയം അനുസരിക്കുന്നു. എൻ്റെ ജനമോ യഹോവയുടെ ന്യായം അറിയുന്നില്ല. ആകാശത്തിലെ പെരിഞ്ഞാറ കാലഗതി അനുസരിച്ച് ഭൂമിശാസ്ത്രപരമായിട്ട് മാറിക്കൊണ്ടിരിക്കും, പാർക്കാനുള്ള ഇടം. അതുപോലെ തന്നെ കൊക്ക്, മീവൽ പക്ഷി, കുറുംപ്രാവ് ഇവയെല്ലാം കാലഗതി അനുസരിച്ച്, ക്ലൈമറ്റിക് സിറ്റുവേഷൻ അനുസരിച്ച്, കാലാവസ്ഥാ വ്യതിയാനം അനുസരിച്ച് അവരുടെ സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അവയ്ക്ക് കൃത്യമായിട്ടറിയാം മഴ പെയ്യുന്ന സമയം, കൃത്യമായി അറിയാം വസന്തകാലം, മഞ്ഞുകാലം, പാർക്കാൻ പറ്റുന്ന സ്ഥലം. ഇത് ദൈവം നിയോഗിച്ചിരിക്കുന്ന നിയോഗത്തിനനുസരിച്ച് അവരങ്ങോട്ട് എത്തുകയും ചെയ്യും. ആ ഏത് സ്ഥലമാണോ ദൈവം നിർണയപ്രകാരം വെച്ചിരിക്കുന്നത് അവിടെ തന്നെ. 4 പക്ഷികളെ പറഞ്ഞിരിക്കുന്നു. 1 പെരിഞ്ഞാറ, 2 കുരികിൽ, 3 മീവൽ പക്ഷി, പിന്നെ കുറുംപ്രാവ്. ഇവയെല്ലാം, ഈ പക്ഷികളെല്ലാം ഒരുപാട് ബലമില്ലാത്ത അശരണരായ പക്ഷികളാണ്. പക്ഷേ ദൈവം അവയ്ക്ക് വേണ്ടി ആഹാരം പ്രൊവൈഡ് ചെയ്യുന്നു, അവർക്ക് വേണ്ടി പാർപ്പിടം ഒരുക്കുന്നു, അവരുടെ സാഹചര്യത്തിനനുസരിച്ച്, കാലാവസ്ഥയ്ക്കനുസരിച്ച് പാർക്കാനുള്ള ഇടം പ്രിപ്പയർ ചെയ്യുന്നു. ഇവ കാലം അറിയുകയും ദൈവം നിശ്ചയിച്ചിരിക്കുന്ന കാലത്തിലേക്ക്, ഇടത്തേക്ക് മടങ്ങി വരികയും ചെയ്യുന്നു. എന്നാൽ ദൈവജനത്തെക്കുറിച്ച് പറയുക, അവർ ദൈവത്തിന്റെ ന്യായം അറിയുന്നില്ല. ഒന്നുകൂടി എടുത്തു പറഞ്ഞാൽ, ഇന്ന് കാണുന്ന പരിസ്ഥിതി നശിപ്പിക്കുന്ന, പരിസ്ഥിതിയെ മലിനമാക്കുന്നതെല്ലാം അതിനകത്തു വരും.
റോമാലേഖനം 8-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നൊരു സൃഷ്ടി ദൈവപുത്രന്റെ ആ വെളിപ്പാടിനായി കാത്തിരിക്കുന്നു. അപ്പൊ സൃഷ്ടിയെല്ലാം ദൈവപുത്രന്റെ വെളിപ്പാടിനായി കാത്തിരിക്കുക. ഓരോ ആവാസ വ്യവസ്ഥിതി അനുസരിച്ച് ദൈവം കൽപ്പിച്ചാക്കിയിട്ട് ഇടമുണ്ട്. എന്നാൽ ഇന്നത്തെ വചനം പറയുന്നത് മാത്രമല്ല, ലോകത്തിന്റെ സ്ഥിതി അനുസരിച്ച് മനുഷ്യൻ കാടില്ലാതാക്കി തീർക്കുമ്പോൾ കാട്ടിലെ മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നു. നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാകുന്നു. നാട്ടിലെ ആവാസ വ്യവസ്ഥിതിയെ മുഴുവൻ മറച്ചു കളയത്തക്കവണ്ണം ഉയർന്നു പൊങ്ങുന്ന കൊടുമുടി പോലെയുള്ള കെട്ടിട സമുച്ചയങ്ങൾ കൊണ്ട് കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു. മഴയുടെ സമയത്ത് മഴ കിട്ടുന്നില്ല, കാലാവസ്ഥ മാറിപ്പോകുന്നു. അതെല്ലാം ഒരു തരത്തിലിരിക്കുമ്പോൾ മറ്റൊരു കാര്യം ഇവിടെ സ്പഷ്ടമായിട്ട് പറയുന്ന കാര്യം, ദൈവത്തിന്റെ സൃഷ്ടിയെല്ലാം ദൈവത്തെ അറിയുന്നു. കടലിൽ കിടന്ന തിമിംഗലത്തോട് യോനിയെ വിഴുങ്ങാൻ പറയുമ്പം തിമിംഗലം അനുസരിക്കുന്നു. ബിലയാം എന്ന പ്രവാചകനുമായിട്ട് പോകുന്ന കഴുത മുമ്പിൽ നിൽക്കുന്ന ദൂതനെ കാണുന്നു. അനുസരണക്കേട് കാണിക്കുന്ന ബിലയാം കാണാതിരിക്കുന്നു. ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് കിട്ടാതിരുന്ന ഗന്നസരത്ത് തടാകത്തിന്റെ ആഴത്തിലേക്ക് വല വീശുമ്പോ ഒളിഞ്ഞിരുന്ന മീനുകളെല്ലാം സൃഷ്ടിതാവിന്റെ വാക്കുകൾക്കനുസരിച്ച് വലയിൽ കയറുന്നു. നീ ആദ്യം കടലിലേക്ക് പോയി പിടിക്കുന്ന മീനിന്റെ വായ്ക്കകത്ത് ചതുരത്തിലമ്മ പണമുണ്ടാകുമെന്ന് പറയുമ്പോൾ ആ മീനെ സൃഷ്ടിതാവ് കൽപ്പിച്ചാക്കിയെടുത്ത് മീൻ വന്നിരിക്കുന്നു. ഇങ്ങനെ പറയുന്നു, കാള തന്റെ ഉടയവനെയും കഴുത തന്റെ യജമാന്റെ പുൽത്തൊട്ടിയും അറിയുന്നു, എന്നാൽ എന്റെ ജനമോ അറിയുന്നില്ല. മൃഗങ്ങൾ ദൈവത്തിന്റെ സൃഷ്ടി, അവ യജമാനെ അറിയുന്നു, സൃഷ്ടിതാവിനെ അറിയുന്നു. ആകാശത്തിലെ പറവകളെ നോക്കുവീൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല, എങ്കിലും യഹോവ അവരെ പുലർത്തുന്നു. നീ വചനം കേൾക്കുമ്പോൾ ദൈവം ഇതിലെ നീ ഒന്നും മടങ്ങി വന്നേ, യഹോവയുടെ ന്യായമൊന്ന് തിരിച്ചറിഞ്ഞേ. നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട്, യഹോവയുടെ ന്യായത്തിന് വേണ്ടി. അതേ ന്യായം തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ സമർപ്പിക്കുന്ന ഒരു ദൈവം ഇതിലായി. ഒന്ന് സമർപ്പിക്കാം, കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചേ. യഹോവയുടെ കരം കൂടെയുണ്ട്. അതേ ദൈവത്തിലേക്ക് അടുത്തു വരുവീൻ, ദൈവം നിങ്ങളോട് അടുത്ത് വരും. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ വസിക്കുന്നു എന്ന് നീ അറിയുന്നില്ലയോ? അകത്തു വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവുണ്ട്. ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ, ദൈവാത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ ഒന്ന് സമർപ്പിച്ചേ. ഈ ലോകത്തിലെ കേവലം ഭൗതിക നന്മകൾക്ക് അപ്പുറമായി നിത്യത വരെ എത്തുന്ന ദൈവത്തിന്റെ കൃപ, ഈ ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ ദൈവാത്മാവിലേക്ക് സമർപ്പിക്കുക. പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഭജന കേൾക്കുന്ന സകലപേരെയും അനുഗ്രഹിക്കുന്നു. കർത്താവേ, പക്ഷികൾ തങ്ങളുടെ കാലം അറിയുന്നു, പക്ഷേ അറിയാതിരിക്കുന്ന മനുഷ്യൻ അറിയുവാൻ, യഹോവയുടെ ന്യായം തിരിച്ചറിയുവാൻ, ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യത തിരിച്ചറിയുവാൻ ദൈവത്തിന്റെ ആത്മാവെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സഭയിലുള്ള വാത്സല്യ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നു. കർത്താവെ, പ്രാർത്ഥനാ കൂട്ടായ്മയുടെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. സകലവരെയും അനുഗ്രഹിച്ചു. വചനം കേൾക്കുന്നത് സകലരെയും അനുഗ്രഹിക്കുന്നു. യഹോവയുടെ ന്യായം തിരിച്ചറിയട്ടെ, അത് നിത്യത വരെ എത്തിക്കുന്നതാകട്ടെ. കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പ, സ്വർഗം ഈ ജനത്തോട് കൂടിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന ഏൽപ്പിക്കാൻ സ്തോത്രം. എല്ലാ മാനവും മഹത്വവും എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം കൂടിയിരിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കൃപയ്ക്കുള്ളിൽ മറയാം. ഗോഡ് ബ്ലെസ് യു ആൻഡ് വാക്ക് വിത്ത് ജീസസ്. താങ്ക് യു സോ മച്ച്.